ഹലോ ഓൾ. അസിസ്റ്റൻസ് അസസ്മെൻറ്റ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ആരംഭിച്ച PYQ ഡിസ്കഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2023 അസിസ്റ്റൻസ് അസസ്മെൻറ്റ് ചോദ്യപേപ്പറായിരുന്നു നമ്മൾ ഇതുവരെ നോക്കിക്കൊണ്ടിരുന്നത്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ 10ഓളം ചോദ്യങ്ങളും കണക്റ്റഡ് ഫാക്ട്സാണ് നമ്മൾ നോക്കാറുള്ളത്, ഒരു ക്ലാസ്സിൽ നോക്കാറുള്ളത്. മുൻപുള്ള ക്ലാസ്സുകളൊക്കെ അസിസ്റ്റൻസ് അസസ്മെൻറ്റ് ക്രാഷ് കോഴ്സ് എന്ന പേരിൽ ഈ ചാനലിലെ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ഇനി നമ്മൾ ഇക്കഴിഞ്ഞ ജൂൺ 21 നടന്ന ലാബ് അസിസ്റ്റൻറ്റ് പരീക്ഷയിലെ ചോദ്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. അസിസ്റ്റൻസ് അസസ്മെൻറ്റ് പരീക്ഷയുടെ സെയിം സിലബസ് തന്നെയായിരുന്നു ഈ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു, പണം അച്ചടിച്ചിറക്കുന്നു, വായ്പകൾ നൽകുന്നു, ലോക്കർ സൗകര്യം നൽകുന്നു. ഇതൊരു SC ഫാക്റ്റാണ്. 10ാം ക്ലാസ്സിലെ സോഷ്യൽ ടെസ്റ്റിലെ ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും എന്ന ചാപ്റ്ററിലാണ് വാണിജ്യ ബാങ്കുകളുടെ ധർമ്മത്തെക്കുറിച്ച് പഠിക്കാനുള്ളത്. പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും വാണിജ്യ ബാങ്കുകളുണ്ട്. വാണിജ്യ ബാങ്കുകളുടെ പ്രധാന ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുക, വായ്പകൾ നൽകുക, ലോക്കർ സൗകര്യം നൽകുക, ഡിമാൻഡ് ഡ്രാഫ്റ്റ്, പണം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അയക്കാൻ ബാങ്കുകൾ ഒരുക്കുന്ന സൗകര്യമാണിത്, ഡിമാൻഡ് ഡ്രാഫ്റ്റ്. അതുപോലെ മെയിൽ ട്രാൻസ്ഫർ, ടെലിഗ്രാഫിക് ട്രാൻസ്ഫർ, ATM, ക്രെഡിറ്റ് കാർഡ്, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ATM ക്രെഡിറ്റ് കാർഡും. ഇതൊക്കെയാണ് വാണിജ്യ ബാങ്കുകളുടെ പ്രധാന ധർമ്മങ്ങൾ. ഇവിടെ ഓപ്ഷൻസിൽ പണം അച്ചടിച്ചിറക്കുന്നത് എന്നത് ധർമ്മമായിട്ട് പറഞ്ഞിട്ടുണ്ട്. റിസർവ് ബാങ്കാണ് പണം അച്ചടിച്ചിറക്കുന്നത്. അപ്പോൾ വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടാത്തത് പണം അച്ചടിച്ചിറക്കുന്നു എന്നതാണ്. അടുത്ത ചോദ്യം. 2025 ഏപ്രിൽ 30 ചുമതലയേറ്റ കേരളത്തിൻ്റെ 50ാമത്തെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ, A. ജയതിലക്, V. വേണു, VP ജോയ്. A. ജയതിലകാണ് ഉത്തരം. ഇതിനു മുൻപത്തെ ചീഫ് സെക്രട്ടറി ആയിരുന്നു ശാരദാ മുരളീധരൻ. ഓക്കെ, കറണ്ട് അഫെയർ ആണ്. അടുത്ത പരീക്ഷയ്ക്കും ചിലപ്പോൾ ചോദിച്ചേക്കാം, ഓർത്തു വയ്ക്കുക. അടുത്ത ചോദ്യം. അടുത്തത് ഒരു കറണ്ട് അഫെയർ ആണ്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേര് അതാരും തെറ്റിക്കാൻ ചാൻസ് ഇല്ല. ഓപ്പറേഷൻ സിന്ദൂർ. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണ്? 2025 മെയ് 7 ഓപ്പറേഷൻ സിന്ദൂർ ഔദ്യോഗികമായി ആരംഭിച്ചത്. 2025 ഏപ്രിൽ 22 പഹൽഗ്രാം ഭീകരാക്രമണം ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ പൂരപ്രേമികളൊക്കെ ഉണ്ടെങ്കിൽ ഈ വർഷത്തെ തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് നടക്കുമ്പോഴാണ് ആക്രമണം ഉണ്ടായതെന്ന് ഓർത്താൽ മതി. ഓക്കെ. ഇന്ത്യൻ സായുധ സേനയുടെ എല്ലാ വിഭാഗങ്ങളും, നേവി, ആർമി, എയർഫോഴ്സ്, അങ്ങനെ എല്ലാവരും ഓപ്പറേഷൻ സിന്ദൂറിൽ ഉൾപ്പെട്ടിരുന്നു. 9 ഭീകര ക്യാമ്പുകളായിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിൽ ലക്ഷ്യം വെച്ചത്. ഇതൊക്കെ ഓർത്തു വയ്ക്കുക. ഇനിയിപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടിട്ട് ഈ ചോദ്യങ്ങളൊക്കെ ആയിരിക്കും ഇനി അടുത്ത ചോദ്യപേപ്പറിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ ഓർത്തു വയ്ക്കുക എല്ലാതും. അടുത്ത ചോദ്യം നോക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏത്? 1946 ക്യാബിനറ്റ് മിഷൻ പദ്ധതിയിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടത്. ഉത്തരം ശരിയാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അടുത്തത്, ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുത്തത് ജനസംഖ്യയ്ക്ക് ആനുപാതികമായി പരോക്ഷ തിരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിലൂടെയായിരുന്നു. അത് ശരിയാണ്. ഇപ്പോഴൊക്കെ പ്രായപൂർത്തി വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. അന്ന് ആനുപാതിക പ്രാതിനിധ്യമായിരുന്നു ഉണ്ടായിരുന്നത്. 5 ലക്ഷം ജനങ്ങൾക്ക് ഒരാൾ എന്ന അനുപാതത്തിലാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ നിശ്ചയിച്ചത്. അത് തെറ്റാണ്. 10 ലക്ഷം പേർക്ക് 1 എന്ന അനുപാതത്തിലാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ നിശ്ചയിച്ചത്. ഇത്
ഭരണഘടനാ നിർമ്മാണ സമിതിയുമായി ബന്ധപ്പെട്ട ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ചാനലിൽ ആ ക്ലാസ് എടുത്തിട്ടുണ്ട്, ഒന്ന് റെഫർ ചെയ്യാൻ ഒന്ന് കണ്ടു നോക്കുക. ആകെ 389 അംഗങ്ങളായിരുന്നു ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്നത്. അതിൽ 296 പേരായിരുന്നു തിരഞ്ഞെടുക്കപ്പെട്ടവർ. ബാക്കി 93 പേര് നാട്ടുരാജ്യങ്ങളിൽ നിന്ന് നോമിനേറ്റ് ചെയ്യപ്പെട്ടവരായിരുന്നു. ഈ എണ്ണം പലപ്പോഴായിട്ട് PSC ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് ഓർത്ത് വയ്ക്കുക. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ചില വകുപ്പുകളും അവയുടെ വിവരണവും നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനും ഭരണം നടത്തുവാനും ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശം. മതപരമായ കാര്യങ്ങളുടെ നടത്തിപ്പിനുള്ള സ്വാതന്ത്ര്യം. സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ. അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം. വകുപ്പ് 18, വകുപ്പ് 22, വകുപ്പ് 26, വകുപ്പ് 30. അപ്പോൾ ഇതിൽ നമുക്ക് ആകെ എത്ര മൗലികാവകാശങ്ങളുണ്ട്? 6 മൗലികാവകാശങ്ങളെ കുറിച്ചാണ് ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളത്. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരായ അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. അങ്ങനെ 6 മൗലികാവകാശങ്ങളാണ് ഭരണഘടനയിലുള്ളത്. ഇവിടെ തന്നിരിക്കുന്നതിൽ വകുപ്പ് 18 പറഞ്ഞിരിക്കുന്നത് എന്താണ്? പദവിനാമങ്ങൾ അല്ലെങ്കിൽ സ്ഥാനപ്പേരുകൾ നിർത്തലാക്കുന്നതിനെ കുറിച്ചാണ്. വകുപ്പ് 22 നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം നൽകുന്നു. ഇതിനെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. വകുപ്പ് 26 മതവിഭാഗങ്ങൾക്ക് മതജീവകാരുണ്യ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനും നോക്കി നടത്തുന്നതിനുമുള്ള അവകാശത്തെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. വകുപ്പ് 30 ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനും നടത്തുന്നതിനുമുള്ള അവകാശത്തെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എങ്ങനെയാണ് വരിക എന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസിന്റെ പേരെന്താണ്? ഒരു കറണ്ട് അഫെയർ ആണ്. ഓപ്ഷൻസ്: RS ഗവായി, സഞ്ജീവ് ഖന്ന, BR ഗവായി, DY ചന്ദ്രചൂഡ്. BR ഗവായി ആണ് ഉത്തരം. മുഴുവൻ പേര് ഭൂഷൺ രാമകൃഷ്ണ ഗവായി. RS ഗവായി ആരാ? അദ്ദേഹം 2008-2011 കാലത്ത് കേരളത്തിന്റെ ഗവർണറായിരുന്നു. ഈ BR ഗവായിയുടെ പിതാവാണ് RS ഗവായി. സഞ്ജീവ് ഖന്ന ഇതിനു മുൻപത്തെ 51ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. DY ചന്ദ്രചൂഡ് 50ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. താഴെ പറയുന്ന പ്രസ്താവനകളിലെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സ്വത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1978 വരെ സ്വത്തിനുള്ള അവകാശം ഒരു മൗലികാവകാശമായിരുന്നു. ശരിയാണ്. ഭരണഘടനയുടെ 30A വകുപ്പ് പ്രകാരം നിലവിൽ സ്വത്തിനുള്ള അവകാശം ഒരു നിയമപരമായ അവകാശം മാത്രമാണ്. തെറ്റാണ്. 30A അല്ല, 300A വകുപ്പ് പ്രകാരമാണ്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്താണ് സ്വത്തിനുള്ള അവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത്. അതും തെറ്റാണ്. അന്നത്തെ പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആയിരുന്നു. സ്വത്തവകാശം നിയമാവകാശം ആവുമ്പോൾ ആരായിരുന്നു പ്രസിഡന്റ്? നീലം സഞ്ജീവ റെഡ്ഡി. ഏത് ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത്? 44ാമത്തെ ഭേദഗതി പ്രകാരമാണ്. ഭരണഘടന നിലവിൽ വരുമ്പോൾ 7 മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ 6 ഉള്ളൂ. സ്വത്തവകാശം ഇപ്പോൾ ഒരു നിയമാവകാശം അല്ലെങ്കിൽ ഭരണഘടനാപരമായ അവകാശം മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉത്തരം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്ന ഇനങ്ങളിൽ ഇന്ത്യൻ ഭരണഘടനയിലെ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം കണ്ടെത്തുക. വിദ്യാഭ്യാസം, വനം, ഇൻഷുറൻസ്, പോലീസ്. അപ്പോൾ ഈ ഇന്ത്യൻ ഭരണഘടനയിലെ അധികാരത്തെ 3ആയിട്ട് വിഭജിച്ചിട്ടുണ്ട്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. കേന്ദ്ര നിയമനിർമ്മാണ സഭയ്ക്ക് മാത്രമാണ് യൂണിയൻ ലിസ്റ്റിലെ വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരമുള്ളത്. സംസ്ഥാന നിയമനിർമ്മാണ സഭയ്ക്ക് മാത്രമാണ് സ്റ്റേറ്റ് ലിസ്റ്റിലെ വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരമുള്ളത്. അതുപോലെ കൺകറന്റ് ലിസ്റ്റിലെ വിഷയങ്ങളിൽ നിയമം നിർമ്മിക്കുന്നത് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളാണ്.
ഇതുപോലെ ഈ 3 ലിസ്റ്റുകളിലും ഉൾപ്പെടാത്ത വിഷയങ്ങളാണ് അവശിഷ്ടാധികാരത്തിലുള്ളത്. ഉദാഹരണത്തിന് സൈബർ നിയമങ്ങൾ. സൈബർ നിയമങ്ങൾ ഏതിലാണ് ഉൾപ്പെടുന്നതെന്ന് മുൻപ് ചോദിച്ചിട്ടുണ്ട്. അവശിഷ്ടാധികാരങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് സൈബർ നിയമങ്ങൾ. അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ വിദ്യാഭ്യാസവും വനവും കൺകറന്റ് ലിസ്റ്റിലാണ്, പോലീസ് സ്റ്റേറ്റ് ലിസ്റ്റിലാണ്, ഇൻഷുറൻസ് ആണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ വരുത്തിയ ചില പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. 42ാമത് ഭേദഗതി, 61ാമത് ഭേദഗതി, 74ാമത് ഭേദഗതി, 91ാമത് ഭേദഗതി. നഗരപ്രദേശങ്ങളിലെ പ്രാദേശിക ഗവൺമെന്റുകളെ സംബന്ധിച്ചത് മിനി ഭരണഘടന മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിനുള്ള പ്രായം 21 നിന്ന് 18 കുറിച്ചു. അപ്പോൾ ഈ 42ാമത് ഭേദഗതി മിനി ഭരണഘടന എന്നറിയപ്പെടുന്നതാണ്. മിനി ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതിയാണ് 42ാമത്തെ ഭേദഗതി. 1976 ആയിരുന്നു ഇത്. അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഈ 42ാം ഭേദഗതിയിലൂടെയാണ് സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഇൻ്റഗ്രിറ്റി എന്ന ഈ 3 വാക്കുകൾ ഭരണഘടനയുടെ ആമുഖത്തിൽ കൂട്ടിച്ചേർക്കുന്നത്. അതുപോലെ വിദ്യാഭ്യാസം, വനം, അളവ് തൂക്കം, നീതിന്യായ ഭരണം, വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം, ഇങ്ങനത്തെ 5 കാര്യങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത് ഈ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. അതുപോലെ 10 മൗലിക കടമകൾ കൂട്ടിച്ചേർക്കുകയും മന്ത്രിസഭ നൽകുന്ന ഉപദേശത്തിനനുസരിച്ച് മാത്രമേ രാഷ്ട്രപതിക്ക് പ്രവർത്തിക്കാൻ കഴിയൂ എന്ന വ്യവസ്ഥ ചെയ്തതും 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഭേദഗതിയെ മിനി ഭരണഘടന എന്ന് വിളിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ഇനി 61ാമത് ഭേദഗതി. 61ാമത് ഭേദഗതി പ്രകാരമാണ് വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 വയസ്സായി കുറച്ചത്. വർഷം ഏതാ? 1989. അന്നത്തെ പ്രധാനമന്ത്രി ആരാ? രാജീവ് ഗാന്ധി. ഓക്കെ, 74ാമത് ഭേദഗതിയാണ് നഗരപാലിക നിയമം, മുനിസിപ്പാലിറ്റി നിയമം എന്നൊക്കെ അറിയപ്പെടുന്നത്. നഗരപ്രദേശങ്ങളിലെ പ്രാദേശിക ഗവൺമെന്റുകളെ സംബന്ധിച്ചതാണിത്. 91ാമത് ഭേദഗതി പ്രകാരമാണ് മന്ത്രിസഭയിലെ എണ്ണം പരിമിതപ്പെടുത്തിയത്. അപ്പോൾ എങ്ങനെയാണ് ചേരുംപടി ചേർക്കേണ്ടത് എന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം നോക്കാം. കേരള സംസ്ഥാനത്തിലെ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും വാർഡുകൾ വിഭജിച്ച് അവയുടെ അതിർത്തികൾ നിശ്ചയിക്കുക എന്ന ഉദ്ദേശത്തോടെ കൂടി 2024 രൂപീകരിച്ച കേരള സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? എസ് ഹരികിഷോർ, എ ഷാജഹാൻ, പ്രണബ് ജ്യോതിനാഥ്, രത്തൻ യു. എ ഷാജഹാൻ ആണ് ഉത്തരം. കറന്റ് അഫെയർ ആണ്. 1994 കേരള പഞ്ചായത്തി രാജ് ആക്ട് പ്രകാരമാണ് ഈ കമ്മീഷൻ രൂപീകരിച്ചത്. രത്തൻ യു, എസ് ഹരികിഷോർ അതൊക്കെ ഈ കമ്മീഷനിലെ മെമ്പേഴ്സാണ്. അതുപോലെ എ ഷാജഹാൻ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ കൂടിയാണ്. ഇപ്പോഴത്തെ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ കൂടിയാണ് എ ഷാജഹാൻ. അതുകൂടി ഒന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. കൂടുതൽ ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. റിസൾട്ട് എന്തായാലും നിങ്ങൾക്ക് കിട്ടും. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.